26-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചിലവായ തുക 64 ലക്ഷം. 27-ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 254. 28-ാമത്തെ ചോദ്യം, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. 29-ാമത്തെ ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1942. 30-ാമത്തെ ചോദ്യം, ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ. 31-ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ബോംബെ സമ്മേളനം. 32-ാമത്തെ ചോദ്യം, ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ എത്ര ഭൂരിപക്ഷം ആവശ്യമാണ്? 2%. 33-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 34-ാമത്തെ ചോദ്യം, പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയ്. 35-ാമത്തെ ചോദ്യം, പീപ്പിൾസ് പ്ലാൻ ഏത് വർഷമാണ് MN റോയ് മുന്നോട്ട് വെച്ചത്? 1944. 36-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യൻകാർ. 37-ാമത്തെ ചോദ്യം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം 1947. 38-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതെന്നാണ്? 1947 ജൂലൈ 18. 39-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. 40-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 41-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. 42-ാമത്തെ ചോദ്യം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1946. 43-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389. 44-ാമത്തെ ചോദ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്. 45-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? JB കൃപാലിനി. 46-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. 47-ാമത്തെ ചോദ്യം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ആ പേര് നൽകിയത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദ്. 48-ാമത്തെ ചോദ്യം, ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്ക. 49-ാമത്തെ ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 326. 50-ാമത്തെ ചോദ്യം, ആമുഖം എന്ന ആശയം ഇന്ത്യ കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്ക.